BJPക്ക് കിട്ടിയ അത്ര വോട്ട് കോൺഗ്രസിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കിട്ടിയില്ല. സംസ്ഥാനത്ത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്ക് കിട്ടിയ അത്ര വോട്ട് CPMനും സഖ്യകക്ഷികൾക്ക് കിട്ടിയില്ല. CPMൻ്റെ കൂടുതൽ സ്ഥാനാർത്ഥികൾ തോറ്റു, കോൺഗ്രസിൻ്റെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഒരു സീറ്റിൽ മാത്രം BJP ജയിച്ചു. ഇത്ര കാര്യമുള്ളൂ. പക്ഷേ നമ്മുടെ പത്രങ്ങളും ഈ വിശാരദന്മാരും ഒക്കെ ഇങ്ങനെ തലനാരിഴ കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭരണകക്ഷി ആയ CPM, CPI അവരൊക്കെ കമ്മിറ്റി കൂടി, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റിയൊക്കെ കൂടി എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയം നമ്മുടെ സന്ദേശം സിനിമയിൽ സഖാക്കൾ ചർച്ച ചെയ്ത പോലെ കട്ടൻ ചായ പരിപ്പോടെയും ദിനേശ് മീഡിയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടി. നമ്മുടെ സ്ഥാനാർത്ഥി വളരെ മിടുക്കിയും പരമയോഗ്യമായിരുന്നു, പക്ഷേ വോട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. നമ്മൾ തോറ്റു എന്ന കാര്യം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. തോറ്റു എന്ന് അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ പെട്ടുപോനെ. ഈ ജയിച്ച സ്ഥാനാർത്ഥി വീട്ടിലിരിക്കുക, തോറ്റ സ്ഥാനാർത്ഥി പാർലമെൻറ്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും തോൽവി അംഗീകരിച്ചു. പിന്നെ പരമ്പരാഗതമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ വലിയ ചോർച്ചയുണ്ടായി. നമ്മുടെ മേഖലകളിൽ കുറേ വോട്ട് BJPക്ക് പോയി, ബാക്കിയുണ്ടായിരുന്ന വോട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നാണ് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയത് എന്നാണ് ഈ മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങൾ ഏകസ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ശരിയാണോന്ന് നമുക്കറിയില്ല, നമ്മളാരും ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് മറ്റ് പല ജില്ലകളിലും ചർച്ചകൾ നടക്കുന്നത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്ത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങളോടുള്ള മോശം പെരുമാറ്റവുമാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് കണ്ടെത്തിയതായിട്ട് മനോരമയിലും മറ്റുമൊക്കെ ഉണ്ടോ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. നിയമസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. പൊതുഭരണ വകുപ്പിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും CPMനും സഖ്യകക്ഷികൾക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ചാണ് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്. CPMൻ്റെ വോട്ടുകൾ ഒലിച്ചുപോയി, അതിൽ കുറേ BJPക്ക് കിട്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശനും മറ്റ് മാന്യ മെമ്പർമാരും പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയല്ല. പുള്ളി പറയുന്നത് 19 സീറ്റിൽ ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരു സീറ്റിൽ കോൺഗ്രസ് തോറ്റാണ് ഏറ്റവും ഗുരുതരം. ആ ഒരു സീറ്റിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയത് BJPയിലേക്കാണ്. BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ പരാജയം എന്ന് പറഞ്ഞൊരു പരാജയമല്ല. അത് ഗോവിന്ദൻ മാഷ് നേരത്തെ പറഞ്ഞു. പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ്, പക്ഷേ മേലോട്ടേക്കുള്ള ഭാഗത്തിൽ ചെറിയ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ബേസ്മെൻറ്റിന് ചെറിയ കുഴപ്പമുണ്ട്, ഭിത്തികളൊക്കെ വീണ്ടു, ചിലയിടത്തൊക്കെ പൊളിഞ്ഞു, മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു, അതിൻ്റെ ഓടുകളെല്ലാം പൊട്ടി, മോന്തായം വളഞ്ഞു, കഴുക്കോലൊടിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാൽ പക്ഷേ അടിത്തറയ്ക്ക് യാതൊരു തകരാറും പറ്റിയിട്ടില്ല. എന്നാൽ ഗോവിന്ദൻ മാഷ് താത്വികമായിട്ട്, സൈദ്ധാന്തികമായിട്ട്, മാർക്സിസം ലെനിനിസം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാഡനോവിൻ്റെ സിദ്ധാന്തങ്ങളും കൂടി ഉദ്ധരിച്ചുകൊണ്ട് നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞത്. അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിജീവിയും കുമാരപിള്ള സാറും ആയതുകൊണ്ട് കേട്ടവരൊക്കെ മാഷ് പറഞ്ഞതിൽ എന്തോ ന്യായമുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെയല്ലോ, അദ്ദേഹം അസംബ്ലിയിലാണ് പറയുന്നത്. അസംബ്ലിയിൽ നമുക്ക് എന്തും പറയാം, എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വിശകലനം അനുസരിച്ച് തീർച്ചയായിട്ടും ഇവിടെ പരാജയം സംഭവിച്ചിട്ടുള്ള കോൺഗ്രസ്സിനാണ്. കോൺഗ്രസിൻ്റെ കൊള്ളരായ്മ കൊണ്ട് ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു, അത് തൃശ്ശൂർ സീറ്റാണ്. അവിടെ മുരളീധരൻ 3ാം സ്ഥാനത്തായിപ്പോയി. ആ സീറ്റിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ BJPക്കാരൻ ജയിച്ചു. അയാൾ ഡൽഹിക്ക് പോയി, ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായി. ഇപ്പോൾ ഇതാരുടെ കുറ്റമാണ്? അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ മാത്രം പരാജയമാണ്. ഇനി അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC പ്രസിഡന്റ് K സുധാകരൻ രാജിവെക്കണം എന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷേ അത് പറഞ്ഞില്ല. അത് അദ്ദേഹം മാന്യത കൊണ്ട് പറയാമായിരുന്നതാണ്. പക്ഷേ ഇവർ രണ്ടുപേരും രാജിവെച്ച് തല മുണ്ടനം ചെയ്ത് മറ്റേ കാഷായ വസ്ത്രം ധരിച്ച് ഒരു കാവടിയും എടുത്ത് പഴനിക്ക് പോകണം. ഹരഹരോ ഹരഹര സ്വാമിയേ ഹരഹര എന്ന് പറഞ്ഞ് K സുധാകരനും VD സതീശനും കൂടി പഴനിമലയ്ക്ക് പഴനിമലയ്ക്ക് പോകണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. നേരെ കുറിച്ച് CPMന് അങ്ങനെയല്ല, യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല. 19 പേര് തോറ്റുപോയി, ഒരാൾ 3ാം സ്ഥാനത്തായിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല.